സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അതാ സപ്ത അശീതി തമോധ്യായ. ഇന്ന് നമുക്ക് ദശമസ്കന്ധത്തിലെ 87-ാമത്തെ അധ്യായമാണ് വിചാരം ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാനെ വേദ അഭിമാനികളായ ദേവതകൾ സ്തുതിക്കുന്നു. അതിനാൽ ഇതിനെ ശ്രുതിഗീത അല്ലെങ്കിൽ വേദസ്തുതി എന്ന് പറയുന്നു. വേദം ഭഗവാനെ സ്തുതിക്കുന്നതാണ്. പരീക്ഷിത്ത് ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, നിർഗുണവും അനിർദ്ദേശവും സദസത്പരവുമായ ബ്രഹ്മത്തെ എങ്ങനെയാണ് ഗുണവൃത്തികളോടുകൂടിയ വേദങ്ങൾ സ്തുതിക്കുന്നത്? അപ്പോൾ ശ്രീശുക മഹർഷി പറയുകയാണ്, പണ്ട് ഇതേ ചോദ്യം നാരദൻ നാരായണ ഋഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരായണ ഋഷി പറഞ്ഞത്, ജനലോകത്ത് പണ്ട് നടന്ന ബ്രഹ്മസത്രത്തിൽ സനകാദി മുനിമാർ ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തു. അപ്പോൾ സനന്ദൻ ഇതിന് മറുപടി പറയുന്നു. അപ്പൊ അങ്ങനെ വേദങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത് എന്ന് സനകാദി മഹർഷികൾ, അതിൽ സനന്ദനാണ് പറയുന്നത്. അതാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഈ അധ്യായം മുഴുവനും വേദസ്തുതികളാണ്. വേദങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത്, യോഗനിദ്രയിൽ വിളങ്ങുന്ന ഭഗവാനെ എങ്ങനെ സ്തുതിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. പരീക്ഷിതുവാച ബ്രഹ്മൻ ബ്രഹ്മണ്യ നിർദ്ദേശേ നിർഗുണേ ഗുണവൃത്തയാ കഥം ചരന്തി ശ്രുതയാ സാക്ഷാത് സദസത്പരേ. ബ്രഹ്മൻ ബ്രഹ്മണി അനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സത് അസദ പരേ. സദ അസദ പരേ. ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ. പരീക്ഷത്ത് ശ്രീശുക മഹർഷിയെ വിളിക്കുകയാണ്, ബ്രഹ്മജ്ഞാനിയായുള്ളവനെ. അനിർദ്ദേശേ, നിർദ്ദേശിക്കാൻ കഴിയാത്തതും, നിർഗുണേ, സത്വാദി ഗുണസംബന്ധം ഇല്ലാത്തതും. നിർഗുണം എന്ന് വെച്ചാൽ ഗുണമില്ലാത്തതും എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണം ഇല്ലാത്തതും. സദസതപരേ, കാര്യകാരണത്തിൽ നിന്ന് പരവുമായ ബ്രഹ്മണി, ബ്രഹ്മത്തിൽ. ഗുണവൃത്തയഃ, ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്ന. ശ്രുതയഃ, ശ്രുതികൾ. സാക്ഷാത് കഥം ചരന്തി, സാക്ഷാത്തായിട്ട് എങ്ങനെ വ്യാപരിക്കുന്നു? അപ്പൊ ഗുണവൃത്തിയില്ലാത്ത നിർഗുണനായ ഭഗവാനെ ഗുണവൃത്തിയുള്ള വേദങ്ങൾ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ഭഗവാനാണെങ്കിലോ ബ്രഹ്മമെന്ന ബ്രഹ്മണി അനിർദ്ദേശേ, നിർദ്ദേശിക്കാൻ കഴിയാത്തതാണ്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്നാണ്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വേദങ്ങൾ. വേദങ്ങൾ മനസ്സോടുകൂടി ഏതൊന്നിനെ പ്രാപിക്കാതെ മടങ്ങുന്നുവോ അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ അപ്പൊ വേദങ്ങൾക്ക് എങ്ങനെ സ്തുതിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ ചോദ്യം. വേദങ്ങൾക്കോ മനസ്സിനോ ആ ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേദയിഷ്ട സർവൈർ അഹമേവ വേദ്യഃ. എല്ലാ വേദങ്ങളാലും അറിയപ്പെടാൻ യോഗ്യമായ വസ്തു ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ എങ്ങനെയാണ് നിർഗുണനായ, നിർദ്ദേശിക്കാൻ കഴിയാത്ത ഭഗവാനെ ഗുണവൃത്തിയുള്ള വേദങ്ങൾ സ്തുതിക്കുന്നത് എന്ന് പരീക്ഷിത്ത് ശ്രീശുകനോട് ചോദിക്കുകയാണ്. അപ്പോൾ പരിമിതമായ മനോബുദ്ധിയില് അപ്രമേയമായ ബ്രഹ്മത്തെ ഒരിക്കലും നിർവചിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പരീക്ഷിത്ത് പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നു എന്ന് പറയുന്നത്? ബ്രഹ്മൻ ബ്രഹ്മണ്യ നിർദ്ദേശേ നിർഗുണേ ഗുണവൃത്തയാ കഥം ചരന്തി ശ്രുതയാ സാക്ഷാത് സതസത്വപരേ. ശ്ലോകം 2. ശ്രീശുകവാച ബുദ്ധീന്ദ്രിയ മനഃപ്രാണാൻ ജനാനാമസൃജത് പ്രഭു മാത്രാർത്ഥം ച ഭാവാർത്ഥം ച ആത്മനെ അകൽപ്പനായ ച. അപ്പോൾ അതിന് മറുപടി ശ്രീശുകൻ പറയാണ്, ബുദ്ധി ഇന്ദ്രിയ മനഃ പ്രാണാൻ ജനാനാം അസൃജത് പ്രഭു ഈശ്വരൻ ജനാനാം ജീവന്മാർക്ക് മാത്രാർത്ഥം വിഷയങ്ങളെ അനുഭവിക്കുന്നതിനായിക്കൊണ്ടും ഭാവാർത്ഥം അഭിവൃദ്ധി ഹേതുകങ്ങളായ കർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ടും ആത്മനെ ലോകാന്തരഗാമിയായ ആത്മാവിന് ഭോഗത്തിനായിക്കൊണ്ടും അകൽപ്പനായ കൽപ്പനയുടെ നിവൃത്തിക്കായിക്കൊണ്ടും ബുദ്ധി ഇന്ദ്രിയ മന പ്രാണങ്ങളെ അസൃജത് സൃഷ്ടിച്ചു. അപ്പോ ഭഗവാൻ മനസ്സിനെയും പ്രാണനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചത് എന്തിനാണ്? തന്നിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളുടെ വിഷയാനുഭവത്തിന് ഇന്ദ്രിയങ്ങളെ, ധർമ്മരൂപങ്ങളായ കർമ്മങ്ങൾ ചെയ്യാൻ കർമ്മേന്ദ്രിയങ്ങളെ, വിഷയാനുഭവത്തിന് ജ്ഞാനേന്ദ്രിയങ്ങളെ, പുണ്യകർമ്മങ്ങളുടെ ഫലമായിരിക്കുന്ന സ്വർഗാദി ലോകങ്ങളെ പ്രാപിച്ച് അവയിലുള്ള സുഖം അനുഭവിക്കാനായിക്കൊണ്ടും കൽപ്പന നിമിത്തമുണ്ടായിരിക്കുന്ന ജനന മരണ ബന്ധത്തിൽ നിന്ന് നിവർത്തിക്കാനായിക്കൊണ്ടും ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ എന്നീ ഉപാധികളെ ഭഗവാൻ സൃഷ്ടിച്ചു. അപ്പൊ ഗുണങ്ങളോട് കൂടിയവൻ എങ്കിലും സത്വാദി ഗുണങ്ങൾക്ക് കീഴടങ്ങാതെ സ്വതന്ത്രനായി ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാൻ നിർഗുണൻ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾക്ക് അതീതനാണ്. ഭഗവാൻ എല്ലാറ്റിനെയും അറിയുന്നതുകൊണ്ട് സർവജ്ഞനാണ്. പിന്നെ വിശേഷമായി അറിയുന്നതുകൊണ്ട് സർവവിത്താണ്. എല്ലാം നടത്താൻ ശക്തിയുള്ളവനോ ആയതുകൊണ്ട് സർവശക്തനാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതുകൊണ്ട് സർവ നിയന്താവാണ്. എല്ലാ കർമ്മങ്ങൾക്കും ഫലദാതാവാണ്. അപ്പൊ അങ്ങനെയുള്ള സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ ശ്രുതികൾ എങ്ങനെ സ്തുതിക്കുന്നു എന്നുള്ളതിന് ഉത്തരം പറയാണ്. ഇവിടെ ശ്രുതികൾ ബോധിപ്പിക്കുന്ന സഗുണ ബ്രഹ്മത്തെ ആകുന്നു. വേദം ജീവന്മാർക്ക് ബോധിപ്പിക്കുന്നത് ഇതാണ്. വേദങ്ങൾ ആണ് ജീവന്മാർക്ക് ഭഗവാനെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നത്. സഗുണ രൂപത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് സർവദുഃഖ നിവൃത്തി എങ്ങനെ ഉണ്ടാകും? അതായത് ജനന മരണ രൂപമായ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജീവന് ആ ബന്ധനിവൃത്തിക്കായിക്കൊണ്ട് ഭഗവാന് അത് എന്ത് വേദങ്ങൾ പറയുന്നു? നീ ജീവനല്ല, നീ ഈശ്വരനാണ്. ഇത് ഗുരു ഉപദേശങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വേദങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നു. അതായത് ബുദ്ധീന്ദ്രിയ മനഃപ്രാണനുകളിൽ ആയ ഉപാധികളിൽ നിന്ന് ജീവനെ വേർതിരിച്ച് സച്ചിദാനന്ദ അംശത്തെ പ്രകാശിപ്പിച്ച് നമ്മളോട് പറഞ്ഞതിന് തത്വം അസി അത് നീയാകുന്നു, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു. ഇതൊക്കെ നമുക്ക് വേദങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പൊ ആ ജീവനും ഭഗവാനും ഒന്നു തന്നെയാണ്. അത് ആരാണ് പറഞ്ഞു തരുന്നത്? ഈ ശ്രുതികൾ അല്ലെങ്കിൽ വേദങ്ങളാണ് നമുക്ക് ഇത് പറഞ്ഞു ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ മായാബന്ധനത്തിൽ നിന്ന് നമ്മൾ അകലുന്നത്. മായാബന്ധനം അകന്നാൽ മാത്രമേ, ഇല്ലാതായാൽ മാത്രമേ
നമ്മുടെ ശരിയായ സ്വരൂപത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ തത്വമസി എന്ന ആ അവസ്ഥയിൽ നമ്മൾ എത്തുകയുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞു തരുന്ന ആരാണ്? വേദങ്ങളാണ്. വേദങ്ങളിലൂടെയാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. ബുദ്ധീന്ദ്രിയ മനഃപ്രാണാൻ ജനാനാമസൃജത് പ്രഭു മാത്രാർത്ഥം ച ഭാവാർത്ഥം ച ആത്മനേ അകൽപ്പനായ ച. ശ്ലോകം 3. സൈഷാഹി ഉപനിഷദ് ബ്രാഹ്മി പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാ ധാരയേത് യസ്താം ക്ഷേമം ഗച്ഛേദകിഞ്ചനാം. സ ഏഷാഹി ഉപനിഷദ് ബ്രാഹ്മി. ബ്രാഹ്മി ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നതായ സ ഏഷ ഉപനിഷത്ത്. ഈ ഉപനിഷത്ത് പൂർവികന്മാരുടെ പൂർവികന്മാരാൽ ധരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പണ്ടുള്ള ഋഷീശ്വരന്മാർ ഇതെല്ലാം ഈ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ഇത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ധരിക്കപ്പെട്ടതാകുന്നു. യാതൊരുത്തൻ ശ്രദ്ധയ ആസ്തിക്യ ബുദ്ധിയോടുകൂടി താം അതിനെ ധാരയെ ധരിക്കുന്നുവോ അകിഞ്ചന എല്ലാറ്റിൽ നിന്നും വിട്ടവനായിട്ട് ക്ഷേമം ഗച്ഛേ ക്ഷേമത്തെ പ്രാപിക്കും. അപ്പൊ ബ്രഹ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും കാര്യകാരണ ജ്ഞാനത്തെ ജീവന്മാർക്ക് ഉപദേശിക്കുന്നതുമായ ഉപനിഷത്തിനെ പൂർവികരുടെയും പൂർവികർ ധരിച്ചിരിക്കുന്നു. അതിനെ ശ്രദ്ധയോടെ യാതൊരുത്തൻ ധരിക്കുന്നുവോ അവൻ സമസ്ത ഉപാധികളിൽ നിന്ന് മുക്തനായി ജനനമരണമില്ലാത്ത ആ പദത്തെ പ്രാപിക്കുന്നു. എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഉപനിഷത്താണ്. അല്ലാതെ നമുക്ക് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് ആ വേദങ്ങളിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വേദാന്തം ആണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിൽ കൂടി പണ്ടുള്ള ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. സൈഷാഹി ഉപനിഷദ് ബ്രാഹ്മി പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാ ധാരയേതാം ക്ഷേമം ഗച്ഛേദകിഞ്ചനാം. ശ്ലോകം 4. അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്യതാം നാരദസ്യ സസംവാദം ഋഷിർനാരായണസ്യ ച. അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്യതം. അപ്പോ ഇതേ ചോദ്യം പണ്ട് നാരദ മഹർഷി ഗാഥാം നാരായണാന്യതാം നാരദസ്യ സംവാദം ഋഷേർ നാരായണസ്യ ച. നാരദന്റെയും നാരായണൻ എന്ന ഋഷിയുടെയും സംവാദത്തിൽ നാരായണാന്യതം നാരായണനോട് കൂടിയതുമായ ഗാഥാം കഥയെ അത്ര ഇതിൽ തേ നിനക്കായിക്കൊണ്ട് വർണ്ണയിഷ്യാമി വർണ്ണിക്കുന്നു. അപ്പൊ ഇതിന് ദൃഷ്ടാന്തം പറയുന്നത് നാരദ മഹർഷി പണ്ട് ഇതേ ചോദ്യം നാരായണ ഋഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചത് നാരദനും പറഞ്ഞത് നാരായണ ഋഷിയുമാണ്. തത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്യതം നാരദസ്യ സസംവാദം ഋഷിർനാരായണസ്യ ച. ശ്ലോകം 5. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത് പ്രിയ സനാതന ഋഷിം ദ്രഷ്ടും യയൗ നാരായണാശ്രമം. ഏകദാ നാരദഃ ലോകാൻ പര്യടൻ ഭഗവത് പ്രിയ സനാതനം ഋഷിയും ദ്രഷ്ടും യയൗ നാരായണാശ്രമം. ഭഗവത് പ്രിയ ഭഗവാനിൽ പ്രിയമുള്ളവനായ നാരദൻ ലോകങ്ങളെ പര്യടൻ സഞ്ചരിക്കുന്നവനായിട്ട് ഏകദ ഒരിക്കൽ സനാതനം പണ്ടുള്ള ഋഷിയെ ദ്രഷ്ടും കാണാനായിക്കൊണ്ട് നാരായണാശ്രമത്തെ യയൗ നാരായണാശ്രമത്തെ പ്രാപിച്ചു. നാരായണാശ്രമം ബദരിയാശ്രമമാണ്. ഭഗവത് ഭക്തനായ നാരായണ ഋഷി ലോകങ്ങൾ പലയിടത്ത് സഞ്ചരിച്ച ശേഷം പുരാണ ഋഷിയായ നാരായണനെ കാണാനായി ബദരി ആശ്രമത്തിലേക്ക് പോയി. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത് പ്രിയ സനാതന ഋഷിം ദ്രഷ്ടും യയോ നാരായണാശ്രമം. ശ്ലോകം 6. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സുസ്ഥയേ നൃണാം ധർമ്മജ്ഞാനം ശമോപേദം ആകൽപാത് ആസ്തിതസ്തപഃ.
യഹ വൈ ഭാരത വർഷേ അസ്മിൻ, യഹ വൈ യാതൊരുവൻ, അസ്മിൻ ഭാരതവർഷ ഈ ഭാരതവർഷത്തിൽ, നൃണാം ക്ഷേമായ സ്വസ്ഥയെ നൃണാം ജനങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ടും സ്വസ്ഥതയെ സ്വസ്തിക്കായിക്കൊണ്ടും ധർമ്മജ്ഞാന ശമോപേതം ധർമ്മജ്ഞാനം ശമം എന്നീ ഗുണങ്ങളോടുകൂടിയ തപസ്സിനെ കൽപ്പം വരെ ആസ്ഥിത ആചരിക്കുന്നവനായിരുന്നു. അപ്പോൾ നരനാരായണ ഋഷിമാരുടെ അവതാരം തന്നെ ധർമ്മോപദേശത്തിന് വേണ്ടിയാണ്, ജനങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നാരായണ ഋഷി ഭാരതവർഷത്തിലുള്ള സകല ജനങ്ങളുടെയും ദുഃഖശാന്തിക്കും ആനന്ദപ്രാപ്തിക്കും വേണ്ടി വർണ്ണാശ്രമ ധർമാദികൾക്ക് ഉചിതമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആത്മതത്വം ശരിയായി ധരിച്ചുകൊണ്ട് വിഷയങ്ങളുള്ള ആശ തീരെ ഉപേക്ഷിച്ചുകൊണ്ടും ആഹാരാദികളിൽ നിയമം തെറ്റാതെ ശീതോഷ്ണ സന്താപങ്ങൾ സഹിച്ചുകൊണ്ടും കൽപ്പകാലം വരെ ഇരിക്കും എന്ന സങ്കല്പത്തോടുകൂടി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്ഥയെ നൃണാം ധർമ്മജ്ഞാന ശമോഭേദം ആകൽപാദാസ്ഥിതതപാം. ശ്ലോകം 7. തത്രോപവിഷ്ടൈഋഷിഭി കലാപഗ്രാമവാസിഭി പരീതം പ്രണതോ അപൃച്ഛത് ഇദം ഏവ കുരുദ്വഹ. തത്ര ഉപവിഷ്ടം ഋഷിഭി കലാപഗ്രാമവാസിഭി കുരുദ്വഹ, ഹേ കുരുശ്രേഷ്ഠ. തത്ര അവിടെ ഉപവിഷ്ട ഇരിക്കുന്നവനും കലാപഗ്രാമവാസിഭി കലാപഗ്രാമത്തിൽ വസിക്കുന്ന, അതായത് നാരായണ ഋഷി തപസ് ചെയ്യുന്ന ബദരി ആശ്രമത്തിന് കലാപഗ്രാമം എന്നും പേരുണ്ട്. അപ്പൊ കലാപഗ്രാമത്തിൽ വസിക്കുന്ന ഋഷികളാൽ പരീതം ചുറ്റപ്പെട്ടവനുമായിരിക്കുന്ന നാരായണ ഋഷിയെ പ്രണമിച്ചവനായി ഇതം ഏവ ഇതിനെ ചോദിച്ചു. അപ്പൊ കലാപഗ്രാമത്തിൽ മറ്റു ഋഷിമാരോട് ഇരിക്കുന്ന നാരായണ ഋഷിയോട് ഇതേ ചോദ്യം നാരദൻ ചോദിച്ചു. തത്രോപവിഷ്ടം ഋഷിഭി കലാപഗ്രാമവാസിഭി പരീതം പ്രണതോ പൃച്ഛ ഇതമേവ കുരുദ്വഹ. ശ്ലോകം 8. തസ്മൈ ഹി അവോചത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാമിത യോ ബ്രഹ്മവാദ പൂർവേഷാം ജനലോകനിവാസിനാം. തസ്മൈ ഹി അവോചത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാം ഇതം. ഋഷീണാം ശൃണ്വതാം, ഋഷികൾ കേട്ടുകൊണ്ടിരിക്കെ, തസ്മൈ അവനായിക്കൊണ്ട്, നാരദനായിക്കൊണ്ട്, ഭഗവാൻ ജ്ഞാനസ്വരൂപൻ അതായത് നാരായണ ഋഷി ഇതിനെ അവോചത് പറഞ്ഞു. ജനലോക നിവാസിനാം ജനലോകത്തിൽ വസിക്കുന്നവരായ പൂർവന്മാർക്ക് യഹ ബ്രഹ്മവാദ ഏതൊരു ബ്രഹ്മവാദം അഭൂത് ഉണ്ടായി. അപ്പോ നാരദനോട് ഭഗവാൻ നാരായണ ഋഷി എന്താണ് പറഞ്ഞത്? ചുറ്റൂരിക്കുന്ന ഋഷിമാർ കേൾക്കത്തക്ക വിധമാണ് പറഞ്ഞത്. പണ്ട് ജനലോകത്തിൽ വസിച്ചവരായ സനകാദി മഹർഷികൾ ഇതിനെ സംബന്ധിച്ച് നടന്നതായ ബ്രഹ്മചർച്ചയെ ഭഗവാൻ നാരായണ ഋഷി നാരദ മഹർഷിയോട് പറഞ്ഞു. അതാണ് ബ്രഹ്മവാദക. അവിടെ ബ്രഹ്മവാദകം ഉണ്ടായി. എവിടെയാണ്? ജനലോകത്തിൽ വസിക്കുന്ന പൂർവന്മാർക്ക്, അതായത് സനകാദികൾ ആരൊക്കെയാണ്? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അപ്പൊ അവിടെ വച്ച് ഇതേ വിഷയത്തെ പറ്റി ഒരു ചർച്ചയുണ്ടായിരുന്നു. തസ്മൈ അവോചത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാമിത യോ ബ്രഹ്മവാദ പൂർവേഷാം ജനലോക നിവാസിനാം. അപ്പോ ഇതേ ചോദ്യം പരീക്ഷിത്ത് ശ്രീശുകനോട് ചോദിച്ചു. അപ്പൊ ശ്രീശുകൻ എന്താണ് പറഞ്ഞത്? പണ്ട് ഇതേ ചോദ്യം നാരദ മഹർഷി നാരായണ ഋഷിയോട് ചോദിച്ചു. അപ്പൊ നാരായണ ഋഷി എന്തോ പറഞ്ഞു? പണ്ട് ജനലോകത്തിൽ സനകാദികൾ ബ്രഹ്മസത്രത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ശ്ലോകം 9 നാരായണ ഋഷി പറയാണ്. ശ്രീ ഭഗവാനുവാച സ്വയംഭൂവ ബ്രഹ്മസത്രം ജനലോകേ അഭവത് പുന തത്രാസ്ഥാനം മാനസാനാം
മുനീനാമൂർധരേതസാം. ശ്രീ ഭഗവാൻ എന്ന് പറയുന്നത് ഇവിടെ നാരായണ ഋഷിയാണ്. സ്വയംഭുവ എന്ന് പറഞ്ഞ ഹേ ബ്രഹ്മപുത്ര നാരദ, ബ്രഹ്മാവിന്റെ മകനാണല്ലോ നാരദൻ. നാരദ, ബ്രഹ്മസത്രം ജനലോകെ അഭവത് പുര പണ്ട് ജനലോകത്തിൽ ബ്രഹ്മസത്രം അഭവത്, ബ്രഹ്മസത്രം ഉണ്ടായി. തത്ര സ്ഥാനാം മാനസാനാം മുനീനാം ഊർധരേതസ, അവിടെ ജനലോകത്തിലെ ഊർധരേതസാം, രേതസിനെ ഊർധ്വം നയിച്ചുകൊണ്ടിരിക്കുന്നവരും, അതായത് നൈഷ്ഠിക ബ്രഹ്മചാരികളായ, മാനസാനാം ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് ജനിച്ചവരും, തത്ര സ്ഥാനാം ജനലോകത്തിൽ ഇരിക്കുന്നവരുമായ മുനീന, മുനികൾക്ക് ബ്രഹ്മസത്രം അഭവത്. അപ്പൊ ആ നൈഷ്ഠിക ബ്രഹ്മചാരികളായ മുനികളുടെ മധ്യത്തിൽ അവിടെ ഒരു ബ്രഹ്മസത്രം ഉണ്ടായി. പണ്ട് ജനലോകത്തിൽ വസിക്കുന്നവരും ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് ജനിച്ചവരും നൈഷ്ഠിക ബ്രഹ്മചാരികളുമായ മുനികളുടെ മധ്യത്തിൽ ഒരു ബ്രഹ്മസത്രം ഉണ്ടായി. സ്വയംഭൂവ ശ്രീ ഭഗവാൻ വാച സ്വയംഭൂവ ബ്രഹ്മസത്രം ജനലോകേ അഭവത് പുരാ തത്ര സ്ഥാനാം മാനസാനാം മുനീനാമൂർധരേതസാം. ശ്ലോകം 10. ശ്വേതദീപം ഗതവതി ത്വയി ദൃഷ്ടും തദീശ്വരം ബ്രഹ്മവാദസു സംവൃത്ത ശ്രുതയോ യത്ര ശേരതേ തത്രാഹായമഭൂത് പ്രശ്ന സത്വം മാം യം അനുപൃച്ഛസി. അപ്പൊ അങ്ങ് എവിടെയായിരുന്നു? ശ്വേതദ്വീപം ഗതവതി ത്വയി. അങ്ങ് ശ്വേതദ്വീപിനെ ദ്രഷ്ടും കാണാനായിക്കൊണ്ട് ഗതവതി പോയിരിക്കുന്ന സമയത്താണ്. എന്താണ്? തത് ഈശ്വരം, ആ ശ്വേതദ്വീപിന്റെ അധിപതിയായ അനിരുദ്ധമൂർത്തിയെ കാണാനായി അങ്ങ് നാരദനോട് പറയണം. അങ്ങ് ശ്വേതദ്വീപിലേക്ക് അന്ന് പോയിരുന്ന സമയത്തായിരുന്നു ബ്രഹ്മവിചാരം സുസംവൃത്ത നന്നായി നടത്തുന്നു. ആ സമയത്ത് ബ്രഹ്മസത്രം അവിടെ നടന്നു. എത്ര യാതൊന്നിൽ ശ്രുതികൾ ശേരതേ ശയിക്കുന്നു, തത്ര അതിൽ അയം പ്രശ്നം ഈ ചോദ്യം അഭൂതുണ്ടായി. ത്വം നീ യം യാതൊന്നിനെ മാം എന്നോട് അപൃച്ഛസി ചോദിക്കുന്നു. അപ്പൊ അന്ന് നീ ശ്വേതദ്വീപിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു ബ്രഹ്മസത്രം നടത്തിയിരുന്നു. ആ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ അങ്ങ് എന്നോട് ചോദിച്ച ശ്രുതികളെ സംബന്ധിച്ച സംഗതി അവിടെ ചർച്ച ചെയ്തിരുന്നു. സഗുണവും നിർഗുണവുമായ ബ്രഹ്മത്തെ വേർതിരിച്ച് രണ്ടിനും അഭേദത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി ദേവതകൾ ആ സംഭാഷണത്തിൽ നിന്ന് സ്പഷ്ടമായി സംശയ നിവൃത്തി വരുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ശ്വേതദീപം ഗതവതി ത്വയി ദൃഷ്ടും തദീശ്വരം ബ്രഹ്മവാദസു സംവൃത്ത ശ്രുതയോ യത്ര ശേരതേ തത്ര ഹായമഭൂത് പ്രശ്ന സ്ത്വം തം യം അനുപൃച്ഛസി. ശ്ലോകം 11. തുല്യശ്രുത തപശീല തുല്യസീയാരി മധ്യമ അഭിചക്രു പ്രവചനം ഏകം ശുശ്രൂഷവോ അപരേ. തുല്യശ്രുത തപശീല, തുല്യശ്രുത സമാനമായ ശാസ്ത്രജ്ഞാനം, തപസ്, ശീല സുശീലം എന്നിവയും, തുല്യ സീയ അരിമധ്യമാഭി സമാനമായ സീയം അരി മധ്യമ. സീ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട്, അരി മറ്റൊരുവന് ശത്രുവായിട്ടോ, മധ്യമൻ ഉദാസീനൻ എന്നീ ഭാവങ്ങളോട് കൂടിയവരും ആകുന്നുവെങ്കിലും ഏകം ഒരുവനെ പ്രവചിക്കാനായിട്ടും അവരെ മറ്റുള്ളവർ ശുശ്രൂഷവ കേൾക്കാൻ ഇച്ഛിക്കുന്നവരായിട്ടും ചക്രം. അപ്പൊ ഈ സനകാദി ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. 4 പേരുണ്ട്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഇവരെല്ലാ പേരും സർവജ്ഞരാണ്, ഒരുപോലെ അറിവുള്ളവരാണ്, തപസ്, സൗശീല്യം മുതലായ ഗുണങ്ങളുള്ളവരാണ്. എല്ലാവർക്കും സമഭാവനയും കരുണയുമുണ്ട്. അപ്പം ഒരുവനെ സ്വന്തമായിട്ടോ മറ്റൊരുവനെ ശത്രുവായിട്ടോ അപരനെ ഉദാസീനനായിട്ടോ അവർ കരുതുന്നവരല്ല. സകല ജീവജാലങ്ങളെയും ബ്രഹ്മമായിട്ട് ദർശിക്കുന്നവരാണ് സനകാദികൾ. പക്ഷെ അവരെല്ലാവരും തുല്യരാണ്. എങ്കിലും അതിൽ ഒരാളാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. തുല്യശ്രുത തപശീല തുല്യശീയാരു മധ്യമ
അഭിചക്രു വചനം ഏകം ശുശ്രൂഷവോ അപരേ. ഒരാൾ പറഞ്ഞു, ബാക്കിയുള്ളവര് കേൾക്കാനിരുന്നു. അതിൽ പറഞ്ഞതാരാണ്? സനന്ദനാണ്. സനന്ദന ഉവാചാം സ്വസൃഷ്ടമിതമാപീയ ശയാനം സഹശക്തിഭിഃ തദന്തേ ബോധയാം ചക്രു തല്ലിംഗൈ ശ്രുതയപരം. അപ്പൊ സനന്ദനൻ പറയുകയാണ്, സ്വസൃഷ്ടം ഇതം ആപീയ, സ്വസൃഷ്ടം തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഇതം, ഇതിനെ, അതായത് സർവചരാചരങ്ങളെ, ആപീയ മുഴുവനും പാനം ചെയ്തിട്ട്, ശക്തിഭീ സഹ സ്വശക്തിയോടുകൂടി ശയാനം നിദ്ര ചെയ്യുന്ന പരം ഈശ്വരനെ, തദന്തേ അതിന്റെ അവസാനത്തിൽ, ശ്രുതയ ശ്രുതികൾ തല്ലിംഗൈ അവനെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ കൊണ്ട് ബോധയാം ചക്രു ഉണർത്തി. അപ്പൊ തന്നാൽ സൃഷ്ടിക്കപ്പെട്ട സകല ലോകത്തെയും സംഹരിച്ച് പ്രളയം വരുമ്പോൾ എല്ലാം ഭഗവാൻ എന്ത് ചെയ്യും? എല്ലാം സൂക്ഷ്മാവസ്ഥയിലാക്കി പ്രകൃതി മുതലായ ശക്തികളോടുകൂടി എല്ലാം ഭഗവാന്റെ ഉള്ളിലാക്കും. അപ്പൊ ഭഗവാൻ എന്നിട്ട് യോഗ നിദ്ര ചെയ്യും. അങ്ങനെ ഈശ്വരനെ പ്രളയാവസാനത്തിൽ, അതായത് പ്രളയാവസാനമായി പിന്നെ സൃഷ്ടിയാണ്. അപ്പൊ ശ്രുതികൾ ഭഗവാനെ വേദവാക്യം കൊണ്ട് സ്തോത്രം ചെയ്ത് ഉണർത്തി. അപ്പൊ പ്രളയത്തിന്റെ അവസാനമാകുമ്പോൾ പിന്നെ സൃഷ്ടി തുടങ്ങണമല്ലോ. അപ്പോൾ ഭഗവാനെ ഈ വേദങ്ങൾ എന്ത് ചെയ്തു? ശ്രുതികൾ വേദവാക്യം കൊണ്ട് സ്തോത്രം ചെയ്ത് ഉണർത്തി എന്ന് സനന്ദനൻ പറയുകയാണ്. സ്വസൃഷ്ടമിതം സനന്ദന ഉവാച സ്വസൃഷ്ടമിതമാപീയ ശയാനം സഹശക്തിഭിഃ തദന്തേ ബോധയാം ചക്രു തല്ലിംഗൈ ശ്രുതയപരം. ശ്ലോകം 13. യഥാശയാനം സംഭ്രാജം ബന്ധിനസ്തത്പരാക്രമൈഃ പ്രത്യൂഷേ അഭേത്യ സുശ്ലോകൈർ ബോധയന്ത്യനുജീവനഃ. യഥാശയാനം സമ്രാജം ഉറങ്ങുന്ന സമ്രാജൻ ചക്രവർത്തിയെ അനുജീവികളായ വന്ദികൾ പ്രത്യുഷെ പ്രാതകാലത്തിൽ അഭേത്യ യാനം ചെയ്തിട്ട് സുശ്ലോകൈ ശോഭനമായ കീർത്തനങ്ങളോടുകൂടി തത്പരാക്രമ അദ്ദേഹത്തിന്റെ പരാക്രമങ്ങൾ കൊണ്ട് യഥാബോധയന്തി ബോധിപ്പിക്കുന്നത് പോലെ. അപ്പൊ ശ്രുതികൾ ഭഗവാനെ ഉണർത്തി എങ്ങനെയാണ്? ചക്രവർത്തി ഉറങ്ങുമ്പോൾ രാവിലെ വന്ദികൾ, അതായത് സ്തുതി പാടകർ, അവര് രാവിലെ ചെന്ന് ചക്രവർത്തിയെ കുറിച്ച് സ്തുതി പാടും. അപ്പോഴാണ് ചക്രവർത്തി ഉണരുന്നത്. അതുപോലെയാണ് ശ്രുതികൾ എന്ത് ചെയ്തു? ഈശ്വരനെ പ്രതിപാദിക്കുന്ന സ്തുതികൾ കൊണ്ട് പ്രളയത്തില് അങ്ങനെ ശയിക്കുന്ന ആ ഭഗവാനെ, അതായത് എല്ലാം തന്നിലടക്കി കാരണജലത്തിൽ ശയിക്കുന്ന ഭഗവാനെ ശ്രുതികൾ ഉണർത്തിയത്. ചക്രവർത്തിയെ എങ്ങനെ വന്ദികൾ ഉണർത്തുവോ അതുപോലെ ശ്രുതികൾ ഭഗവാനെ ഉണർത്തി. യഥാശയാനം സംഭ്രാജം ബന്ധിനസ്തത്പരാക്രമൈഃ പ്രത്യുഷേഭിത്തെ അഭേത്യ സുശ്ലോകൈർ ബോധയന്ത്യനുജീവനഃ. ശ്ലോകം 14. ശ്രുതയഃ ഊചു ജയ ജയ ജഹി അജാമജിതദോഷഗൃഹീതഗുണാം ത്വമസി യഥാത്മനാ സമവരുത്ത സമസ്തഭഗ അകജഗദോകസാമഖില ശക്തി അവബോധഗതേ ക്വചിതജയാ ആത്മനാ ചരതോ അനുചരേ നിഗമഃ. അപ്പൊ ശ്രുതികൾ, വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ജയ ജയ ജഹി അജാം അജിത ദോഷ ഗൃഹീത ഗുണാം. ജയ ജയ ജഹി അജിത, അജാം അജിത, അജിത ഭഗവാനെ വിളിക്കുന്നതാണ് അജിത. ആരാലും ജയിക്കപ്പെടാതിരിക്കുന്നവനെ, അതായത് എല്ലാവരാലും ജയിക്കപ്പെടുന്ന, ആരാലും തോൽപ്പിക്കാൻ സാധിക്കാത്തവനെ, ജയിക്കപ്പെടാതിരിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടും ഭഗവാനെ ജയിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ത്വം നിന്തിരുവടി ജയ ജയ, ജയിച്ചാലും ജയിച്ചാലും. ദോഷ ഗൃഹീത ഗുണാം, ദോഷങ്ങളായി ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഗുണങ്ങളോടുകൂടിയ അജാം. അജാം എന്ന് പറയുന്നത് ഇവിടെ പ്രകൃതി, മായ. അപ്പൊ മായയിലാണ് ഈ ഗുണങ്ങളൊക്കെ ഉള്ളത്. ഭഗവാൻ നിർഗുണനാണ്.
അപ്പോൾ മായയിലാണ് സൃഷ്ടി വരുമ്പോൾ മായയിൽ നിന്നാണ് മഹത്വത്വവും പിന്നെ അഹങ്കാരതത്വവും പിന്നെ ഗുണങ്ങളും എല്ലാം ഉണ്ടാകുന്നത് മായയിൽ നിന്നാണ്. അപ്പൊ ദോഷങ്ങളായി ഗ്രഹിക്കപ്പെട്ടിരുന്ന ഗുണങ്ങളോടുകൂടിയ സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടിയ അജാം മായയെ ജഹി മോചിപ്പിച്ചാലും യാതൊന്ന് ഹേതുവായിട്ട് ത്വം അങ്ങ് ആത്മാവ് കൊണ്ട് സമരുദ്ധ സമസ്തഭഗ സ്വീകരിക്കപ്പെട്ട സകല ഐശ്വര്യങ്ങളോട് കൂടിയവൻ അസി ആകുന്നു. അങ്ങ് ആത്മാവ് കൊണ്ട് സ്വീകരിക്കപ്പെട്ട സകലവിധ ഐശ്വര്യങ്ങളോട് കൂടിയവൻ ആകുന്നു. അകജഗതോകസ സകല ചരാചരങ്ങളും ശരീരങ്ങളായി ധരിച്ചിരിക്കുന്നവരുടെ, അതായത് ഈ ജഗത്ത്, മറ്റ് ജീവന്മാർ, ഇവയെല്ലാം പിന്നീട് സൃഷ്ടി വരുമ്പോൾ അവ ശരീരമെടുത്ത് വരും. ശരീരങ്ങളായി ധരിച്ചിരിക്കുന്നവരുടെ അഖില ശക്തി അവബോധക സകല ശക്തികളെയും ഉണർത്തുന്നവനെ. അപ്പൊ സകല ചരാചരങ്ങളുടെയും ജീവാത്മാക്കളുടെയും ശക്തിയെ ഉണർത്തുന്നവനെ. അജയ പ്രകൃതിയോടും ആത്മനാച്ച പുരുഷനോടും ചരത ചരിക്കുന്ന തേ അങ്ങയെ നിഗമ വേദം ക്വചിത് ഒരേടത്ത് അനുചരേ. വേദം അങ്ങയെ ഇതാ പ്രതിപാദിക്കുന്നു, അല്ലെങ്കിൽ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ അനുചരിക്കുന്നു. അപ്പോ ഗുണങ്ങളെല്ലാം ഉള്ളത് മായയ്ക്കാണ്, പ്രകൃതിക്കാണ്. ഈ എല്ലാ ശക്തികളെയും ഉണർത്തുന്നത്, സകല ചരാചരങ്ങളുടെയും ജീവാത്മാക്കളെയും എല്ലാം ശക്തി പകരുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങ് ജയിച്ചാലും എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാൻ സൃഷ്ടി നടത്തിയിട്ട് സൃഷ്ടിക്കപ്പെട്ട സകല ലോകത്തെയും സംഹരിച്ച് യാതൊരു വ്യാപാരവും കൂടാതെ സ്വാത്മാനന്ദ രൂപനായി തൃപ്തനായി യോഗനിദ്രയിലിരിക്കുന്ന ഈശ്വരൻ യാതൊരു ഉത്കർഷത്തെയാണ് ഇനി പ്രാപിക്കേണ്ടത്? ജയിച്ചാലും എന്ന് പറയുന്നത്. അതായത് ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കളുടെ ജനന മരണ ബന്ധനത്തിനും ആദി കാരണമായിരിക്കുന്നത് മായയാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ്. അപ്പൊ ജീവാത്മാക്കൾക്കുള്ള ആ പ്രകൃതി ബന്ധനം ഇല്ലാതാക്കണം. അതെങ്ങനെ ഇല്ലാതാകും? അപ്പൊ അതിന് ആത്മജ്ഞാനം ഉണ്ടാകണം. അതെങ്ങനെയാണ്? ഗുരുവിൽ നിന്നാണ് കിട്ടുന്നത്. ഗുരു രൂപേണ ജീവഗതമായ അജ്ഞാനത്തെ മഹാവാക്യ ഉപദേശം കൊണ്ട് അകറ്റുന്ന സമയത്തിൽ ജീവന്മാർ ഈശ്വര സ്വരൂപത്തെ അറിയുന്നു. അതായത് ഗുരുവാണ് ഈ വേദ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. തത്വമസി അഹം ബ്രഹ്മാസി, അതായത് നീ ബ്രഹ്മമാകുന്നു, അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു, തത്വമസി അത് നീയാകുന്നു, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഗുരുവാണ്. അങ്ങനെ ഈ വാക്യങ്ങളിലൂടെ അജ്ഞാനം അകരുമ്പോൾ ആ ജീവസ്വരൂപത്തെ നമ്മൾ അറിയുന്നു. അപ്പൊ ഗുരുരൂപേണ ജീവന്മാരെ അനുഗ്രഹിക്കാൻ കരുണയുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനോട്. സുദയ ഊജോ ജയ ജയ ജഗ്യജിതാമജിത ദോഷ ഗൃഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുത്ത സമസ്തഭഗ അകജഗതോകസാമഖില ശക്തി അവബോധഗതേ ക്വചിത ജയ ആത്മനാച്ച ചരതോനുചരേന്നിഗമ. ശ്ലോകം 15. ബൃഹദുപലബ്ധമേതവയന്തി അവശേഷതയാ യത ഉദയാസ്തമയോ വികൃതേർമൃതിവാ അവികൃതാദ് അതൈർഷയോ ദദുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ബൃഹത് ഉപലബ്ധം ഏതത് അവയന്തി അവശേഷതയാ യത ഉദയാ അസ്തമയൗ വികൃതേഹേ മൃതി വാ അവികൃതാത് അതാ ഇർഷയോഃ ദദുഹു ത്വയി
മനോവചനാചരിതം കഥം അയഥാ ഭവന്തി ഭുവി ദത്ത പദാനി നൃണാം ബൃഹത് ഉപലപ്തം ഏതത് ഉപലബ്ധം കാണപ്പെട്ടതായ ഏതത് ബൃഹത് ഈ ബ്രഹ്മം അവശേഷമാവൂ എന്നുള്ള അവസ്ഥ കൊണ്ട് അവയെന്തി അറിയുന്നു. അതായത് ഈ കാണപ്പെടുന്നതെല്ലാം ഭഗവാനിൽ ലയിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തു മാത്രമേ ഉള്ളൂ? ബ്രഹ്മം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. കാണപ്പെട്ടതായ ഏതത് ഈ ബ്രഹ്മം അവശേഷിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ അറിയുന്നു. അവികൃത വികാരത്തോട് കൂടാത്തതായ യഥ ഏതൊന്നിൽ നിന്ന് വികൃതിക്ക് മൃദീവ മണ്ണിലെന്ന പോലെ ഉദയാസ്തമയവും ഉൽപ്പത്തിയും ലയവും ഭവിക്കുന്നു. അപ്പൊ ബ്രഹ്മത്തിന് വികാരമൊന്നുമില്ല. ഇപ്പൊ മണ്ണിന് അതായത് മണ്ണ് കൊണ്ട് കുടവും അല്ല വിളക്കുകൾ പല തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കും. ഇതെല്ലാം ഉടഞ്ഞു പോയാല പിന്നെ മണ്ണ് മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം നശിച്ചാലും മണ്ണ് നശിക്കുമോ? ഇല്ല. അതുപോലെയാണ് ബ്രഹ്മവും. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഉദയാസ്തമ ഉൽപ്പത്തിയും ലയവും സംഭവിക്കുന്നു. ഉണ്ടാകുന്നു, അതിൽ തന്നെ അത് ഇല്ലാതെയാകുന്നു, നശിക്കുന്നു, അല്ലെങ്കിൽ ലയിക്കുന്നു. അതഹ ഇത് ഹേതുവായിട്ട് ഋഷികൾ തൊയ് അങ്ങയിൽ മനോവചനാചരിതം മനസ്സുകൊണ്ടും വചനം കൊണ്ടുള്ള പ്രവൃത്തിയെ തരിച്ചു. അപ്പൊ മനോവാക്കുകൾ കൊണ്ട് ആരോട് എന്തു പറഞ്ഞാലും ആരെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും ആയതൊക്കെ അങ്ങയെ ഉദ്ദേശിച്ച് ചെയ്ത് വരാനേ ഉള്ളൂ. എല്ലാം അങ്ങ് തന്നെയാണ്. നൃണ മനുഷ്യരുടെ ദത്തപദാനി വയ്ക്കപ്പെട്ട കാലടികൾ ഭൂവിൽ കഥം എങ്ങനെ അയഥാഭവന്തി അന്യതാ ഭവിക്കുന്നു. അതായത് നമ്മൾ കാല് ഭൂമിയിൽ വെക്കണം. ഒരു കല്ലിലോ മുള്ളിലോ അല്ലെങ്കിൽ ഒരു ഇഷ്ടികയുടെ മുകളിൽ കാല് വെച്ചാലും അതെവിടെ തന്നെയാണ്? ഭൂമിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടായാലും അത് ഉണ്ടായത് എവിടെ നിന്നാണ്? ഈ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. ഈ കാണപ്പെടുന്ന സകലവും ബ്രഹ്മരൂപമായ അങ്ങ് തന്നെയാണ്. ഉണ്ടായതെല്ലാം ഇല്ലാതെ വരുന്ന പ്രളയത്തിലും അങ്ങ് തന്നെ അവശേഷിക്കുന്നു. ബൃഹദുപലപ്തമേതവയന്തി അവശേഷതയാ യഥ ഉദയാസ്തമയോ വികൃതേർമൃതി വാ അവികൃതാ അതൈർഷയോ ദതുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ശ്ലോകം 16. ഇതി തവ സൂരയസ്ത്ര്യധിപതേ അഖില ലോകമല ക്ഷപണകഥാമൃതാബ്ധി അവഗാഹ്യ തപാംസി ജഹു കിമുത പുനഃസ്വധാമ വിധുദാശയ കാലഗുണ പരമഭജന്തി യേ പദമജസ്ര സുഖാനുഭവം. ഇതി തവ സൂരയഃ ത്രി അധിപതേ അഖില ലോകമല. ഹേ ത്രി അധിപതേ, 3 ഗുണങ്ങളുടെ സ്വാമിയായുള്ളവനെ. സൂരയഃ വിദ്വാൻമാർ അഖില ലോകമല ക്ഷപണ കഥ അമൃതാബ്ധി. അഖില ലോക സകല ലോകങ്ങളുടെയും പാപത്തെ നശിപ്പിക്കുന്ന കഥാമൃത സമുദ്രത്തെ അവഗാഹ്യ പ്രവേശിച്ചിട്ട് തപാംസി തപസ്സുകളെ പാപങ്ങളെ ദുഃഖങ്ങളെ ഉപേക്ഷിച്ചു. അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ആദ്യം എന്താണ്? ഭക്തിയുടെ നവവിധ ഭക്തിയിൽ ആദ്യത്തെ എന്താണ്? ശ്രവണം. ആദ്യം കേൾക്കുക. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. അതിലാദ്യം നവവിധ ഭക്തിയിൽ ആദ്യം ശ്രവണമാണ്. അപ്പൊ ഭഗവാന്റെ കഥാമൃത സമുദ്രത്തെ അവഗാഹ്യ പ്രവേശിച്ചിട്ട് അത് ആദ്യം കേൾക്കുക. തപാംസി തപസ്സുകളെ, അപ്പൊ പാപങ്ങളെ ദുഃഖങ്ങളെ എല്ലാം ഉപേക്ഷിക്കും. അപ്പൊ സകല ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ ഈ കഥ രസം കേൾക്കുന്നത്. നമ്മുടെ സകല ദോഷങ്ങളും പാപങ്ങളും എല്ലാം ഇല്ലാതാകുന്നു. അപ്പൊ ഭഗവാന്റെ ആ കഥാമൃത സമുദ്രത്തിൽ ഇറങ്ങിയാൽ മതി, നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. എന്നിട്ട് പ്രവേശിച്ചിട്ട് തപാംസി തപസ്സുകളെ,
പാപങ്ങളെ ദുഃഖങ്ങളെയൊക്കെ ജഗു ഉപേക്ഷിച്ചു. ഹേ പരമ, അല്ലയോ സർവോത്കൃഷ്ടനായുള്ളവനെ, ഏ പുനഃ യാതൊരുത്തൻ പിന്നെ സ്വധാമ വിദുദാശയ കാലഗുണ, സ്വരൂപകാന്തിയാൽ നശിപ്പിക്കപ്പെട്ട അന്ധകരണത്തിന്റെയും കാലത്തിന്റെയും ഗുണങ്ങളോട് കൂടിയവനായിട്ട് തവ അങ്ങയുടെ അജസ്ര സുഖാനുഭവം, എല്ലായ്പ്പോഴും സുഖത്തിന്റെ അനുഭവത്തോടു കൂടിയ പദം സ്വരൂപത്തെ ഭജന്തി തേ അവർ കിമു, പിന്നെ പറയണമോ? അപ്പൊ സകല ദേവന്മാരോടും കൂടി അങ്ങയെ തന്നെ സ്തുതിക്കുന്നു എന്നറിഞ്ഞിരിക്കുന്ന വിദ്വാൻമാർ അങ്ങയുടെ ഗുണകഥാ ശ്രവണാദികൾ കൊണ്ട് സന്തോഷിക്കുന്നവരും പാദസ്മരണ കൊണ്ട് ക്ഷീണം തീർക്കുന്നവരുമായി ജീവിതം സഫലമാക്കുന്നു. അപ്പൊ ഭഗവാന്റെ ആ കഥകൾ കേൾക്കാത്തവരുടെ ജീവിതമൊന്നും സഫലമാകുകയില്ല. എപ്പോഴും എത്ര കേട്ടാലും അത് നവം നവം പുതിയ തന്നെ തോന്നും. എത്ര നമ്മൾ സപ്താഹങ്ങളോ ഇതുപോലെ ഭഗവാന്റെ കഥകൾ കേട്ടാലും വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കണമെന്ന് തോന്നും. എന്താണ് അത്? ഓരോരിക്കലും നവം നവം പുതിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ആ ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് നമ്മുടെ അന്ധകരണ ശുദ്ധി നമുക്കുണ്ടാകുന്നു. അപ്പോ ആ ഭഗവാന്റെ ആ സ്വരൂപത്തെ നമ്മൾ ഭജിക്കുന്നു. അപ്പൊ ഭഗവാന്റെ കഥകൾ കേട്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാകുന്നു. ഇരിതവ സൂരയസ്ത്രിയധിപതേ കില ലോകമല ക്ഷപണകഥാമൃതാബ്ധി അവഗാഹ്യ തപാംസി ജഹു കിമുദ പുനഃസ്വധാമ വിധുദാശയ കാലഗുണ പരമഭജന്തിയേ പദമജസ്ര സുഖാനുഭവം. അപ്പൊ അങ്ങനെ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇതില് 14 തൊട്ടാണ് ഇത് സ്തുതികൾ വരുന്നത്. 14 തൊട്ട് 14, 15, 16 മൂന്നെണ്ണമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാക്കി ഈ അദ്ദേഹത്തിന് മുഴുവനും ഇത് തന്നെ ശ്രുതികൾ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സ, ഹരി ഓം തത്സ, ഹരി ഓം.